തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സതീശൻ, ഭാര്യ ബിന്ദു എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമികമായ നിഗമനം. മേഘന മുരളി തിരുവനന്തപുരത്തും ചേരുന്ന വിവരങ്ങളുമായി. മേഘന, രണ്ടുപേരുടെ മരണമാണ് സംഭവിച്ചത്. ദമ്പതികളാണ്. ഇവർക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് തന്നെയാണോ ഇതിനെ പോലീസ് കാണുന്നത്? മറ്റെന്തൊക്കെ വിവരങ്ങൾ നമുക്കറിയാം? പ്രജൻ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം കരമനയിലാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട്. ഈ വീട്ടിലാണ് രണ്ടുപേർ, അത് ദമ്പതികളാണ്. സതീശൻ, ഭാര്യ ബിന്ദു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൽ ഈ സതീശനെ കഴുത്തിൽ മുറിവേറ്റ നിലയിൽ മുറിയിലും അതുപോലെ തന്നെ ഭാര്യ ബിന്ദുവിനെ തൂങ്ങിയ നിലയിലുമാണ് റൂമിൽ കണ്ടെത്തിയിട്ടുള്ളത്, കിടപ്പുമുറിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൽ തന്നെ ഇവർ കാലങ്ങളായി താമസിച്ചു വരികയായിരുന്നു. അവിടെ ഇവർക്ക് പ്രധാനമായും നാട്ടുകാർ പറയുന്നത് സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരെ കുറച്ചധികം കാലങ്ങളായി അലട്ടിയിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും നാട്ടുകാരോടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഇവരുടെ ഒരു വിവരമില്ലാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ ഈ വീട്ടിലേക്ക് എത്തുകയും ഒരു അടുക്കളവാതിലൂടെ കയറുകയും ആ സമയത്ത് ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് അടക്കം സ്ഥലത്തെത്തി, കരമന പോലീസും ഫോറൻസിക് സംഘവും അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അതിൽ ഇനി ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയായി വരുന്നു. കൂടാതെ ഫോറൻസിക് സംഘത്തിന്റെ അടക്കം പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അതിൽ ഇപ്പോൾ ഈ ഭർത്താവിന്റെ കഴുത്തിൽ മുറിവുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യയെ തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇവർ നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഒരു കോർപ്പറേഷനിലടക്കം ജോലി നോക്കിയിരുന്ന ആളായിരുന്നു ഈ സതീശൻ. പിന്നീട് പലതരത്തിലും ഈ ഓട്ടോ അടക്കം ഓടിച്ചുകൊണ്ട് ഉപജീവനം നടത്തി. ആ സമയത്താണ് ഒരു ബാങ്കിൽ നിന്ന്, SBI ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നു. ആ ലോൺ പിന്നീട് പെരുകി 2.5 കോടിയിലധികം ബാങ്കിലേക്ക് തിരിച്ചടക്കാനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചടവ് അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഈ തിരിച്ചടവിനെ തുടർന്ന് വലിയ തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. കൂടാതെ ഈ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി അടക്കം ഉണ്ടായിരുന്നു. 3 തവണ ഇവിടെ ജപ്തിക്കായി ബാങ്കിൽ നിന്ന് ആളുകൾ വന്നു. ഇവർ ഭീഷണിപ്പെടുത്തി. ഇവർ ഒരു സെറ്റിൽമെന്റിലേക്ക് പല രാഷ്ട്രീയ സംഘടനകളടക്കം ഇടപെട്ട് ഒരു സെറ്റിൽമെന്റിലേക്ക് പോകാൻ വേണ്ടി, പക്ഷേ ബാങ്ക് തയ്യാറായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്താണ് ഈ നാട്ടുകാരുടെ അടക്കം ആരോപണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ബാങ്കിൽ നിന്ന് ഒരു 2.5 കോടി എന്ന് പറയുന്ന ഒരു ഭീമമായ തുക, അത് സതീശനെ തിരിച്ചടക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അതിൽ പല പ്രതിഷേധങ്ങളും ഈ ബാങ്കിന് മുന്നിൽ, അതായത് പലതരത്തിലും ഈ ഒരു സെറ്റിൽമെന്റ് നടത്തണം, അല്ലെങ്കിൽ ആദ്യം എടുത്ത തുക തിരിച്ചടക്കാമെന്ന രീതിയിൽ പല പ്രതിഷേധങ്ങളും ആദ്യഘട്ടത്തിൽ കണ്ടു. പിന്നീട് ആ ബാങ്ക് അതിന് തയ്യാറായിട്ടില്ല. ജപ്തിക്കായി ഈ വീട്ടിലേക്ക് വന്നു. അത് നാട്ടുകാരുടെ അടക്കം ഇടപെടലിലാണ് ആ ജപ്തി ആദ്യഘട്ടത്തിൽ ഒഴിവാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ പോലീസ് പരിശോധന, ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയടക്കം പുരോഗമിക്കുകയാണ്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്.